നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇത്രയും നാള് ഒരാളുടെ ഭാര്യയായി അഭിനയിച്ചിട്ട് നാളെ വേറെ ആരെങ്കിലും ചേച്ചിയെ പൂർണ്ണ മനസ്സോടെ ഭാര്യയായി സ്വീകരിക്കോ? ഇല്ലല്ലോ. എന്റെ ജീവിതത്തെക്കാൾ എനിക്ക് വലുത് നിങ്ങളുടെ ജീവിതമാ. അതേ ഞാൻ ആലോചിച്ചുള്ളൂ. മനഃപൂർവ്വം ആരെയും കബളിപ്പിക്കണമെന്നോ ചതിക്കണമെന്നോ ഒന്നും വിചാരിച്ചിട്ടൊന്നും അല്ല. വിഷമിപ്പിച്ചെങ്കിൽ ഐ എം സോറി. ചേച്ചി ഞങ്ങളോട് ക്ഷമയൊന്നും പറയണ്ട. ശരിക്കും പറഞ്ഞ എല്ലാത്തിനും കാരണക്കാരിയും ഞാനാ. ഞാൻ കാരണം ചേച്ചിയുടെ ജീവിതം കൂടി തകർന്നല്ലോ എന്നോർത്തുള്ള വിഷമം മാത്രമേ എനിക്കുള്ളൂ. അതൊന്നും സാരമില്ല. ഇപ്പോഴീ വാർത്ത കേട്ടപ്പോ സത്യം പറഞ്ഞ വലിയൊരു ഭാരം നെഞ്ചിൽ നിന്ന് ഇറങ്ങിയതുപോലെയാ തോന്നുന്നത്. എല്ലാവരുടെയും മുമ്പില് അഭിനയിച്ചു മടുത്തു ഞാൻ. എന്നാലും എന്തൊരു അഭിനയമായിരുന്നു. ഭാര്യയും ഭർത്താവുമായി ഓസ്കാർ കിട്ടേണ്ടതാ രണ്ടാൾക്കും. അതെ, അനവസരത്തിൽ കോമഡി പറയാൻ നിൽക്കണ്ട. വാ, അകത്തോട്ട് കയറാം. താൻ ഇന്നലെ സീതമ്മയുടെ വീട്ടിലായിരുന്നു അല്ലേ? ഇവിടെ നടന്ന കോലാഹലങ്ങളെല്ലാം അറിഞ്ഞല്ലോ. താൻ എന്നോട് ക്ഷമിക്കണം. ഒടുവിലെല്ലാം എനിക്ക് തുറന്നു പറയേണ്ടി വന്നു. വേറൊന്നും കൊണ്ടല്ല, ഞാനും താനുമായുള്ള ബന്ധം വളരെ മുമ്പേ തുടങ്ങിയതാണെന്നും അച്ചു നമ്മുടെ കുഞ്ഞാണെന്നൊക്കെ പറഞ്ഞ പിന്നെ എങ്ങനെയാ പിടിച്ചു നിൽക്കുക? അതും സ്വന്തം അച്ഛനും അമ്മയും. തുറന്നു പറയുക മാത്രമേ എനിക്കിപ്പോ നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ. സാരമില്ല, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. താങ്ക്സ്. തനിക്കെന്നെ മനസ്സിലാവുന്നത് താൻ എന്റെ നല്ല ഫ്രണ്ടായതുകൊണ്ടാ. ആ ഫ്രണ്ട്ഷിപ്പിന്റെ ബലമുള്ളത് കൊണ്ടാ നമ്മളെ മറക്കാതെ ഇത്രയും നാളും ജീവിക്കാൻ പറ്റിയത്. അതെ, ഞാൻ കാരണം കൃഷ്ണേട്ടന്റെ ജീവിതത്തിന് ഒരു കുഴപ്പവും സംഭവിക്കരുതെന്നേ എനിക്കുള്ളൂ. താനെന്താ വിളിച്ചത്? കൃഷ്ണേട്ടാന്നോ? അത് അത് അറിയാതെ എന്തോ നാവിന്ന് വന്നുപോയതാ. ഐ എം സോറി പ്രസാദേട്ടാ. സാരമില്ല. കൃഷ്ണേട്ടാന്ന് എന്നെ വിളിക്കുന്നത് ആരെന്ന് തനിക്കറിയോ? ഇല്ല. ഒരിക്കൽ താൻ എന്നോട് ചോദിച്ചിട്ടില്ലേ ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോന്ന്? അങ്ങനെ ഒരാളുണ്ടായിരുന്നു. അവളുടെ പേരാണ് രാധ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.